ഇപ്പം തന്നെ അവിടെ ഒരു 4-5 കാട്ടുപോത്ത് ഇറങ്ങിയിരിക്കുകയാണ്. ഇത് 3-4 ദിവസം മുമ്പ് ഇറങ്ങി. അന്ന് ഇവരുമായി ബന്ധപ്പെട്ടു. അവർ പറഞ്ഞു വയനാട്ടിൽ വിളിച്ച് വിവരം കൊടുത്തു, അവിടെ വെടിവെക്കാൻ ആൾ വരുമെന്ന് പറഞ്ഞു. മയക്ക് വെടി ആരും ഇപ്പൊന്നില്ല. അപ്പം അതിലൊരു ഒരു 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 എവിടെയോ ഒരു പാളിച്ചുണ്ട് അതിൻ്റെ അകത്ത് വേണ്ട രീതി. കാരണം അവിടെ താമസിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്, ജനവാസ കേന്ദ്രമാണ്. അവിടെ ടൗണിലെ കൂടെ കുരാച്ചുണ്ട്, ടൗണിലെ കൂടെ നടക്കുകയാണ് കാട്ടുപോത്ത്. എന്ത് ചെയ്യാൻ പറ്റും അവർക്ക്? ഇൻക്വസ്റ്റ് നമ്മുടെ ഡിമാൻഡുകൾ അംഗീകരിക്കാണ്ട് ഇൻക്വസ്റ്റ് നടത്താനായിട്ട് ഞങ്ങൾ തയ്യാറാകില്ല. കാരണം ഞങ്ങളുടെ ഡിമാൻഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശ്രിതർക്കൊരു ജോലി, പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡ് സൈഡിൽ കൂടിയാണ് ടൂറിസ്റ്റുകൾ നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. 5-6 കാട്ടുപോത്തുകളൊന്നും അല്ല അവിടെയുള്ളത്. അനേകം 10, 40, 50 എണ്ണവും കണ്ടവരുണ്ട്. നമ്മളിപ്പോൾ മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ ഏതാണെന്നും കണ്ടാൽ നമ്മൾ വെടിവെക്കുക. അപ്പോൾ അതിന് വെടിവെച്ച് കൊല്ലാനായിട്ടുള്ള ഉത്തരവ്, പിന്നെ ആശ്രിതനൊരു ജോലി, പിന്നെ നഷ്ടപരിഹാര തുക, ഇതൊക്കെ പോസ്റ്റ്മോർട്ടത്തിലേക്ക് മുമ്പോട്ടുള്ളതിലേക്ക് പോകും. MP-യുടെ പ്രതികരണമാണ് ആദ്യം കേട്ടത്. രണ്ടാമതുള്ള ബന്ധുവിൻ്റെ പ്രതികരണത്തിലാണ് ഇൻക്വസ്റ്റ് നടപടിക്ക് അനുമതി നൽകണമെങ്കിൽ തങ്ങളോട് ഒരു അനുകൂല സമീപനം സ്വീകരിച്ചാൽ മാത്രമേ അത് ഉണ്ടാകൂ എന്ന പ്രതികരണവും വരുന്നത്.